ചേട്ടാ എന്താണ് പരിപാടി? ഇവിടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നിനക്കൊരു ചെറിയൊരു കറി വെച്ച് തരാന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ, ഞാൻ ഇന്ന് എനിക്ക് വയ്യ. അപ്പൊ ചേട്ടൻ ചോറ് കഴിക്കാൻ വന്നപ്പോ പ്രത്യേകിച്ച് ഇവിടെ കറിയൊന്നുമില്ല. അപ്പൊ ചേട്ടൻ ചോദിച്ചു എന്തോ മലക്കറി ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ ആകെ തക്കാളി ഉണ്ട്, സവാള ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് ഇട്, നമുക്ക് പെട്ടെന്ന് ഒരു കറി വെക്കാന്ന് പറഞ്ഞു കേട്ടോ. തക്കാളി, 2 സവാള, കുഞ്ഞ് സവാളയാണ് കേട്ടോ, അതുകൊണ്ട് 2 വെച്ച് എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പോകുന്നതിനടുത്തേക്ക് ചെറിയൊരു ചമ്മന്തി. അതൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ പോട്ട്. അതെ, കിടക്കട്ടെന്ന് വിചാരിച്ചു. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ അരിഞ്ഞിട്ട് വിളിക്കാം. ഇതപ്പോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചേട്ടന് കട്ടിംഗ് ബോർഡ് വെച്ച് എടുക്കുന്നതാണ് ഇത്, അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കത്തില്ല കേട്ടോ. കട്ടിംഗ് ബോർഡൊക്കെ ഉപയോഗിക്കുന്നത് ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞ് നമുക്ക് ബാക്കിയൊക്കെ അരിഞ്ഞിട്ട് കാണിക്കാം. എല്ലാ പാത്രമൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും തക്കാളിയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാമേ. അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിക്കാൻ കേട്ടോ. നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തത്. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാമേ. തീ ഇത്തിരി കുറച്ച് വെച്ചോട്ടോ, വേണമെങ്കിൽ തീയൊക്കെ കുറച്ച് വെച്ചേക്കാണ്. നീ പറഞ്ഞ കണക്കെ ചെയ്യും. കടുക് ഇട്ട് കൊടുത്തേ, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി അത് കടുകൊന്ന് പൊട്ടി വരട്ടെ. നമ്മൾ കടുക് പൊട്ടി വന്നു. അപ്പോൾ അതിലേക്ക് ഇതാ കരിയേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരിയേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. അതാ നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരുന്ന സവാള എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയിലേക്ക് ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് വഴറ്റിക്കൂട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും അല്ലേ കേട്ടോ. സവാള ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് പാരമ്പര്യം പറയുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ഉപ്പിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിക്ക് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമുക്ക് നല്ലതുപോലെ തക്കാളി നല്ല ഉടച്ചെടുക്കുമല്ലോ നമ്മൾ, അല്ലേ. നല്ല വഴറ്റി നല്ല ഉടച്ചാണ് കേട്ടോ നമ്മൾ തക്കാളി എടുക്കുന്നത്. അങ്ങനെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളേ. ഉടഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ കേട്ടോ. ഇത് അരച്ചെടുത്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മളിത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. വേറൊരു രസം നമുക്ക് അല്ല ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കുറച്ച് നമ്മൾ എല്ലാത്തിനും മഞ്ഞപ്പൊടി കുറച്ചേ ഇടുള്ളൂ. നമ്മൾ മുമ്പും പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇങ്ങനെ കുറച്ച് ഉപയോഗിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ മുളക് പൊടി അതായത് നല്ല എരിയുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് അത് നല്ല വഴറ്റിയ ശേഷം കുറച്ച് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. കരിവേപ്പില. ഓക്കെ, അപ്പോൾ കൂട്ടുകാരി നമ്മുടെ തക്കാളി ചമ്മന്തി ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി തീ ഓഫ് ചെയ്യാൻ വേണേ. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ചമ്മന്തി നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണേ. നമ്മൾ കുറച്ച് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഉച്ചത്തേക്ക് മാത്രം മതി. എന്നാലും വൈകുന്നേരത്തിൽ കൂടെ കാണും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിതാ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ കൂട്ടുകാരെ നമ്മളിതാ ചമ്മന്തിയും വെച്ച് ചോറ് കഴിക്കാനായിട്ട് പോവേണേ. ചമ്മന്തിയും ചോറും ചേട്ടൻ എങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോവേണേ കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ചേട്ടൻ്റെ പാചകം ചേട്ടൻ തന്നെ കഴിച്ച് കാണിക്കുന്നു. എങ്ങനെയുണ്ട് ചമ്മന്തിയും ചോറും? സൂപ്പർ ഏട്ടാ, അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.